ലൈഫ് ഈസ് ഗ്രീൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും അടുക്കളയിലെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് വെളിച്ചെണ്ണ. പക്ഷെ പലപ്പോഴും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ മായം കലർന്നാണ് വരുന്നതെന്ന് നമ്മളിൽ പലർക്കും അറിയാം. പക്ഷെ നമ്മൾ പലപ്പോഴും വീടുകളിൽ അങ്ങനെ വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട് പലരും ശ്രമിക്കാറില്ല. ഞാൻ സാധാരണയായിട്ട് എനിക്ക് സാധിക്കുമ്പോഴെല്ലാം വീട്ടിൽ വെളിച്ചെണ്ണ തയ്യാറാക്കുകയാണ് ചെയ്യാറ്. അപ്പം അങ്ങനെ വെളിച്ചെണ്ണ വീട്ടിൽ തയ്യാറാക്കണമെങ്കിൽ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാത്രമല്ല, ഇങ്ങനെ നമ്മൾ വീട്ടിൽ വെളിച്ചെണ്ണ തയ്യാറാക്കുമ്പോൾ അത് ഒരുപാട് കാലം, ഒരു വർഷത്തിലധികം നാൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു വിവരങ്ങളൊക്കെയാണ് ഞാൻ എങ്ങനെയാണ് വീട്ടിൽ വെളിച്ചെണ്ണ ആട്ടുന്നതും അതുപോലെ തന്നെ അതെങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അത് ആട്ടാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ നമ്മുടെ വീടുകളിലെ പലർക്കും പല അളവിലായിരിക്കാം. തെങ്ങിൻ്റെ എണ്ണവും തേങ്ങയുടെ എണ്ണവും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഞങ്ങൾക്കും ഒരുപാട് തെങ്ങൊന്നുമില്ല, വളരെ കുറച്ച് തെങ്ങുള്ളൂ. എങ്കിലും അത് ഒരുമിച്ച് ഞങ്ങൾ വർഷത്തിൽ 1, 2, ഒരുപക്ഷെ 3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ വെളിച്ചെണ്ണ സമയം കിട്ടുമ്പോഴൊക്കെ ആട്ടിയെടുക്കാറുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ആട്ടിയെടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു തേങ്ങ നന്നായിട്ട് മൂത്ത് വിളഞ്ഞ തേങ്ങയാണ് നമ്മൾ വെളിച്ചെണ്ണ ആട്ടാനായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ നല്ല വെയിലുള്ള ദിവസങ്ങളാണ് നമ്മൾ ഈ ഒരു കൊപ്ര ഉണക്കാനായിട്ട് ഈ തേങ്ങ ഉടച്ചിടേണ്ടത്. അങ്ങനെയുള്ള ദിവസങ്ങളിലാണ്. കാരണം ആദ്യത്തെ 2-3 ദിവസം നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാലാണ് ആ ഒരു ചിരട്ടയിൽ നിന്ന് തേങ്ങ വിട്ടു പോരുള്ളൂ. അപ്പം അതുകൊണ്ട് ആദ്യത്തെ ഒരു 3-4 ദിവസം നല്ല വെയിൽ കിട്ടിയിരിക്കണം. അപ്പോൾ അതിനുശേഷം അപ്പം അങ്ങനെയുള്ള സമയം നോക്കിയിട്ട് വേണം നമ്മൾ വെളിച്ചെണ്ണ തയ്യാറാക്കാനായിട്ട്, കൊപ്ര ഉണക്കാനൊക്കെ നമ്മൾ തയ്യാറെടുക്കേണ്ടത്. ഇപ്പോൾ ഞങ്ങൾ ഉടച്ച ആ ഒരു തേങ്ങ ഞങ്ങൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ ഇട്ടിട്ടാണ് ഉണക്കുന്നത്. ചിലപ്പോൾ തേങ്ങ അധികം ഉണ്ടാകുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എല്ലാ തേങ്ങയും പൊളിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് സാധിക്കാവുന്ന അളവിലൊരു 25 അല്ലെങ്കിൽ മാക്സിമം 50 ഒക്കെ തേങ്ങ ഒരു ദിവസം പൊളിച്ചാൽ 1, 2, 3 ദിവസങ്ങൾ കൊണ്ടാകും. അപ്പോൾ ഓരോ ദിവസം പൊളിച്ച തേങ്ങ അടുത്ത ദിവസത്തേക്ക് അത് ഉടച്ച് ഉണക്കാനായിട്ട് ഇടും. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാ തേങ്ങയും ഒരുപോലെ ഉണങ്ങി വരുമ്പോഴാണ് അത് കൊപ്ര ആട്ടാനായിട്ട് ഞങ്ങൾ എടുക്കാറ്. അപ്പം നല്ല വെയിലത്ത് ടെറസിൻ്റെ മുകളിൽ തേങ്ങ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇതൊരു 3 ദിവസം കൊണ്ട് തന്നെ പതുക്കെ ഇതിൻ്റെ ചിരട്ടയിൽ നിന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങും. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചിരട്ടയിൽ നിന്ന് ഇത് വിട്ട് വരുമ്പോൾ ഈ ഒരു കൊപ്ര അടർത്താനായിട്ട് പോവാണ്. അപ്പോൾ ഈ കൊപ്ര അടർത്താൻ പറ്റിയ ഒരു പ്രത്യേക തരം ചിരവ അത് ഞങ്ങളുടെ അടുത്ത വീട്ടിലുണ്ട്. അതിന് മൂർച്ച കുറവാണ്. മറ്റേ നമ്മൾ ചിരകുന്ന ചിരവയുടെ അത്ര മൂർച്ചയില്ല. അപ്പോൾ കൊപ്ര അടർത്താനായിട്ട് ഇങ്ങനെയുള്ള ചിരവയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. മാത്രമല്ല, വൈകുന്നേരങ്ങളിൽ ടെറസിൻ്റെ മുകളിൽ തന്നെ ഇരുന്നാണ് ഈ ഒരു ചിരട്ടയിൽ നിന്ന് കൊപ്ര അടർത്തി എടുക്കാറുള്ളത്. തുടക്കത്തിൽ നല്ല വെയിലുള്ള സമയമൊക്കെ ആണെങ്കിൽ ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് കൊപ്ര രാത്രി എടുക്കാറില്ല. അത് അവിടെ തന്നെ വെക്കുകയാണ് ചെയ്യാറുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഷീറ്റ് കൊണ്ട് മൂടിയിടാം. മഴ പെയ്യുമെന്നോ അല്ലെങ്കിൽ മഞ്ഞ് കൊള്ളുമെന്നോ ഒക്കെ ഉള്ള ഭയമുള്ളവർക്ക് ഒരു ഷീറ്റ് കൊണ്ട് മൂടിയിടാം. ഞാൻ അതെടുക്കാറില്ല. കാരണം മഴ പെയ്യും എന്നുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും. അല്ലെങ്കിൽ ഇത് എപ്പോഴും താഴത്തേക്ക് എടുക്കലും മുകളിലേക്ക് കൊണ്ടുപോകലും പ്രായോഗികമായിട്ട് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ തന്നെ ഇടുകയാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ആണ് മുകളിലേക്ക് കയറിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കൊപ്ര അടർത്തിയെടുക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടു കൂടി ഇങ്ങനെയുള്ള പണികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് ഈ എല്ലാ കൊപ്രയും അടർത്തിയെടുത്തതിന് ശേഷം, ഇപ്പോൾ ഈ ഒരു സമയത്ത് കൊപ്ര മുഴുവൻ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരു നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു ഞെളക്കം പോലെ തോന്നും. പക്ഷെ നന്നായിട്ട് ഇങ്ങനെ അടർത്തിയെടുത്ത കൊപ്ര നമ്മൾ വീണ്ടും അത് വെയിലത്ത് വെച്ച് ഉണക്കണം. അങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കി കഴിഞ്ഞിട്ട് അത് ഒന്നുകൂടി വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അത് മുറിച്ചിടാണ് ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കണ്ടോ, സമയം വൈകുന്നേരമായി, നല്ലൊരു സമയമാണ്. അധികം ചൂട് കൂടാതെ ഈ കൊപ്ര അടർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ അടർത്തിയെടുത്ത കൊപ്ര ചെറിയ കഷ്ണങ്ങളായിട്ട്
ഇതുപോലെ തന്നെ ഒരു മരത്തിൻ്റെ മുട്ടിയിൽ വെച്ചിട്ട് കൊത്തി നുറുക്കി കഷ്ണങ്ങളാക്കി ഇടും. അങ്ങനെ ഈ കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം വീണ്ടും അത് കുറച്ചധികം ദിവസം ഉണക്കാനായിട്ട് വെക്കും. ചുരുങ്ങിയത് ഒരു 2 ആഴ്ചയെങ്കിലും, ഞാനൊരു 2 ആഴ്ചയൊക്കെ ഉണക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അത് നല്ല രീതിയിൽ ഉണങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ആട്ടിക്കിട്ടുന്ന വെളിച്ചെണ്ണ കുറേ നാൾ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പം കണ്ടോ, ഇതിപ്പോൾ ഒരുവിധം നല്ല ഉണക്കായി ഞാനൊരു 2 ആഴ്ച അടർത്തിയെടുത്തതിന് ശേഷം ഒരു 2 ആഴ്ച ഉണക്കി കഴിഞ്ഞതാണ്. ഇതിപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു കിടിങ് എന്നുള്ളൊരു ശബ്ദത്തോടു കൂടി അത് പൊട്ടാറുണ്ട്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഉണക്കിയെടുത്ത കൊപ്രയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പം ചിലർക്ക് കൊപ്ര കുറേ അധികം ഉണ്ടെങ്കിലേ നമ്മളിത് ഒരുമിച്ച് നമുക്ക് വെളിച്ചെണ്ണ അത്രയും അധികം വെളിച്ചെണ്ണ ആവശ്യമില്ലെങ്കിൽ അത് മാറ്റി വെക്കാനും കുറേ നാൾ നമുക്ക് എടുത്തു വെക്കാൻ സാധിക്കും. നമുക്ക് അത് ആവശ്യം വരുന്ന സമയത്ത് ആട്ടിയാലും മതി. ഇപ്പോൾ എനിക്കിവിടെ അങ്ങനെ ഒരുപാട് കൊപ്രയില്ല. ഒരു 10 ഞാൻ പിന്നീട് വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 16 കിലോയോളം കൊപ്രയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് മുഴുവനും ഒരുമിച്ചിട്ട് മില്ലിൽ കൊടുത്തിട്ട് ആട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിത് പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ അത് പൊട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉണക്കം മുഴുവനായി. അപ്പോൾ അടുത്തതായിട്ട് ഇനി അത് ആട്ടിക്കാൻ വേണ്ടിയിട്ട് മില്ലിലേക്ക് കൊണ്ടുപോകുകയാണ്. അപ്പം അങ്ങനെ ആട്ടിക്കാനായിട്ട് മില്ലിൽ കൊണ്ടുചെന്നു. അപ്പോൾ അവിടെ അത് ആട്ടുന്ന ഒരു യന്ത്രത്തിൽ അതിട്ട് ഇത് അവിടെ ആട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ 1, 2, 3 തവണ അത് ആട്ടിയെടുക്കുമ്പോൾ നമുക്ക് കാണാം മിഷീൻ്റെ ഒരു വശത്ത് കൂടെ വെളിച്ചെണ്ണ ഒരു അരിപ്പയിലൂടെ ഒരു ബക്കറ്റിലേക്ക് അത് കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വശത്തേക്ക് അവിടെ ബക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് അതിൻ്റെ ഒരു പിണ്ണാക്ക് അങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ 2, 3, 4 തവണ അതിൻ്റെ ആ ഒരു കൊപ്രയുടെ ഉള്ളിലെ മുഴുവൻ വെളിച്ചെണ്ണയും പുറത്തേക്ക് വരത്തക്ക രീതിയിൽ അവർ അത് ആട്ടിയെടുത്ത് കഴിഞ്ഞു. അങ്ങനെ ആട്ടിക്കിട്ടിയ വെളിച്ചെണ്ണ ഞാൻ സാധാരണ ചെയ്യാറ് ഇത്തിരി വായ്വട്ടമുള്ള പാത്രത്തിലാണ് ഈ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് ഞാൻ കൊണ്ടുവരാറ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയുടെ അടിയിൽ മട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാനത് 2 ദിവസം ഒന്ന് വെയിലത്ത് വെക്കും. ഒരാഴ്ചയോളം ഈ ഒരു മട്ട് ഊറാനായിട്ട് വെക്കാറുണ്ട്. അങ്ങനെ ഇതപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ അറിയാം. അങ്ങനെ മട്ടൊക്കെ ഊറിക്കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ക്യാനിലും അതുപോലെ തന്നെ കുപ്പികളിലുമായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കാറുണ്ട്. ഇപ്പോൾ കണ്ടു, ഈ വെളിച്ചെണ്ണയുടെ നിറം കണ്ടു. നമ്മൾ വീട്ടിൽ ആട്ടിക്കൊണ്ടുവരുന്ന നല്ല വെയിലത്തിട്ട് ഉണക്കിയ വെളിച്ചെണ്ണ ഏതാണ്ട് വെള്ളം പോലെയാണ്. അത്രയും നല്ല ഒരു മഞ്ഞപ്പൊന്നും ആ ഒരു മഞ്ഞ നിറമൊന്നും ഇല്ല. വളരെ അത്രയും ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മളത് വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു തരി പോലും മായമില്ലാതെ ദോഷങ്ങളില്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ അടിയിൽ ഊറിയ മട്ടാണ് ഇത്. നമ്മൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല, നമുക്ക് കളയാം. എന്നിട്ട് ആ വെളിച്ചെണ്ണയുടെ നമ്മൾ കുപ്പികളിൽ ശേഖരിച്ച് വെച്ചിരുന്നല്ലോ, അത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി ഇവിടെ പറയാനുള്ളത്, ഇങ്ങനെ കേടുവരാതെ വെളിച്ചെണ്ണ സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വെളിച്ചെണ്ണയിൽ നമുക്ക് 3 കൂട്ടം സംഭവങ്ങൾ നമുക്ക് ഇട്ട് വയ്ക്കാം. ഒന്ന് വറ്റൽമുളകാണ്, പിന്നെ കല്ലുപ്പ് ഇടാം, അല്ലെങ്കിൽ കുരുമുളക് ഇടാം. ഏതാണോ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് അത് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കുറേ നാൾ കേടാവാതിരിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന പാത്രം അത് മുൻകൂട്ടി തന്നെ നല്ല രീതിയിൽ കഴുകി ഉണക്കി നല്ല ജലാംശം അല്പം പോലും ഇല്ലാത്ത പാത്രത്തിലാണ് നമ്മൾ വെളിച്ചെണ്ണ സൂക്ഷിച്ചു വെക്കേണ്ടത്. വെളിച്ചെണ്ണ ആട്ടുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ അത് കുറേ നാൾ കേടാവാതെ സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചുമുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.